4ാം ക്ലാസ് അറബിക് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഇതിൽ 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് നിർബന്ധമായും ഉത്തരം എഴുതേണ്ടതാണ്. 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നഖറ ഉൽ ഫിഖറത്ത, നമുക്ക് പാരഗ്രാഫ് വായിക്കാം. വനുജീബു, എന്നിട്ട് ഉത്തരം എഴുതാം. യഅമലു റഷീദുൻ, റഷീദ് ജോലി ചെയ്യുന്നു. ഫി മക്തബിൽ ബരീദി, പോസ്റ്റ് ഓഫീസിൽ. ഹുവ സാഇൽ ബരീദി, അയാൾ പോസ്റ്റ്മാനാണ്, സാഇൽ ബരീദാണ്. യതജവ്വലു കുല്ല യൗമിൻ, എല്ലാ ദിവസവും അയാൾ യതജവ്വലു ചുറ്റിക്കറങ്ങും. ഫിൽ ഖറിയത്തി, ഗ്രാമത്തിൽ. ബിർ റസായിലി, കത്തുകളും കൊണ്ട്. ഇസ്തദൽ ഹർറു, ചൂട് ശക്തമായി. ഫി ഷഹരി മാരിസ്, മാർച്ച് മാസത്തിൽ. യൗമൻ, ഒരു ദിവസം. അസാബഹു ഹരിയഖുശംസി, അയാളെ ഹരിയഖുശംസ് ബാധിച്ചു. അസാബ എന്ന് പറഞ്ഞാൽ ബാധിച്ചു. ഹരിയഖുശംസ് എന്ന് പറഞ്ഞാൽ സൂര്യാഘാതം. വസ്തദ്ദൽ അലമു, വേദന കഠിനമായി. റഹബ റഷീദുൻ ഇലൽ മുസ്തഷ്ഫ, റഷീദ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഫഹസഹു അത്വബീബു, ഡോക്ടർ അയാളെ പരിശോധിച്ചു. വസഫ ലഹു, അയാൾക്ക് എഴുതി കൊടുത്തു, പ്രിസ്ക്രൈബ് ചെയ്തു കൊടുത്തു. അൽ അഖ്റാസ വൽ മർഹമ, ടാബ്ലറ്റ്സും ഓയിൻമെൻറ്റും. അൽ അഖ്റാസ് മീൻസ് ടാബ്ലറ്റ്സ്, ഗുളികകൾ. അൽ മർഹമ് ഓയിൻമെൻറ്റ്, ഓയിൻമെൻറ്റും ഗുളികകളും എഴുതി കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. നഖ്താറുൽ ജവാബ സ്വഹിഹ, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാം. മിനൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും. 1. ഫി അയ്യി ഷെഹരിൻ, ഏത് മാസത്തിലാണ് യസ്തദ്ദുൽ ഹർറു, ചൂട് ശക്തമാവുന്നത്? യനായർ, ജനുവരി മാസത്തിലാണോ? മാരിസ്, മാർച്ചിലാണോ? യൂലിയോ, ജൂലൈയിലാണോ? ഉത്തരം മാരിസ് ആണ് ശരി ഉത്തരം. മാർച്ച് മാസത്തിലാണ് ചൂട് ശക്തമാകുന്നത്. 2ാമത്തെ ചോദ്യം. യതജവ്വലു റഷീദുൻ ഫിൽ ഖറിയത്തി, റഷീദ് ഗ്രാമത്തിൽ ചുറ്റിക്കറങ്ങുന്നു. ബിൽ അഖ്ലാമി, പേനകളും കൊണ്ട്. ബിൽ കുത്തുബി, പുസ്തകങ്ങളും കൊണ്ട്. ബിർ റസായിലി, കത്തുകളും കൊണ്ട്. ശരി ഉത്തരം ബിർ റസായിലി എന്നതാണ്. 3ാമത്തെ ചോദ്യം. മാതാ വസഫത്ത് തൊബീബു ലി റഷീദ്, തൊബീബ് ഡോക്ടർ റഷീദിന് എന്താണ് കുറിച്ചു കൊടുത്തത്? എന്തായിരുന്നു കുറിച്ചു കൊടുത്തത്? അതിവിടെയുണ്ട്. വസഫ ലഹു, അയാൾക്ക് കുറിച്ചു കൊടുത്തു. അൽ അഖ്റാസ വൽ മർഹമ, ടാബ്ലറ്റ്സും ഓയിൻമെൻറ്റും. അതെങ്ങനെ ഇതിൻ്റെ ഉത്തരമാക്കി എഴുതാം? ഉത്തരം എഴുതുമ്പോൾ ആ സെൻറ്റൻസ് അതേപോലെ എഴുതുന്നതിന് പകരം ചോദ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. ഇവിടെ മാതാ വസഫ തൊബീബു, തൊബീബ് എന്താണ് കുറിച്ചു കൊടുത്തത് എന്നാണുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ വരേണ്ടത് തൊബീബ് റഷീദിന് ഓയിൻമെൻറ്റും ടാബ്ലറ്റ്സുമാണ് കുറിച്ചു കൊടുത്തത് എന്നാണ്. അത് എങ്ങനെ എഴുതാം? ഈ മാതാ എന്നുള്ള ചോദ്യത്തിൻ്റെ വാക്ക് ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ആദ്യം തന്നെ എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതാം. വസഫത്ത് തൊബീബു ലി റഷീദിൻ, തൊബീബ് റഷീദിന് കുറിച്ചു കൊടുത്തു. അൽ അഖ്റാസ വൽ മർഹമ, ടാബ്ലറ്റ്സും ഓയിൻമെൻറ്റും. ഇനി ഐന യഅമലു റഷീദ്, റഷീദ് എവിടെ ജോലി ചെയ്യുന്നു? എവിടെ ജോലി ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം നേരെ ഇവിടെ തന്നെ കാണാം. യഅമലു റഷീദുൻ ഫി മക്തബിൽ ബരീദ്, റഷീദ് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഇത് അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഇനി മൻ ഹുവ സാഇൽ ബരീദ്, ആരാണ് പോസ്റ്റ്മാൻ? ആരാണ് പോസ്റ്റ്മാൻ? റഷീദാണ്. അപ്പോൾ റഷീദുൻ സാഇൽ ബരീദ്, റഷീദാണ് സാഇൽ ബരീദ്, പോസ്റ്റ്മാൻ. ഇനി 2ാമത്തെ ചോദ്യം. ഖറജ റഷീദുൻ മിനൽ മുസ്തഷ്ഫ, റഷീദ് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി. ഖറജ. ഫലഖിയ സ്വദീഖഹു രാഹുൽ, അപ്പോൾ തൻ്റെ കൂട്ടുകാരനായ രാഹുലിനെ കണ്ടുമുട്ടി. ഹുവ മരീലുൻ, അവൻ രോഗിയാണ്. അസാബഹു അൽ ഹുമ്മ, അയാൾക്ക് പനി പിടിച്ചിരിക്കുന്നു, പനി ബാധിച്ചിരിക്കുന്നു. ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അപ്പോൾ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു, ഒരു സംഭാഷണം നടന്നു. നുക്മിലുൽ ഹിവാറ, ആ സംഭാഷണം നമുക്ക് പൂരിപ്പിക്കാം. രാഹുൽ. മസാ ഉൽ ഖൈർ, അപ്പോൾ റഷീദ് എന്ത് പറയും? മസാ ഉന്നൂർ. മാതാ അസ്വാബക, നിനക്കെന്ത് പറ്റി? അപ്പോൾ രാഹുൽ പറയുന്നു അസാബനി ഡാഷ്, എനിക്ക് ബാധിച്ചു. എന്താണ് ബാധിച്ചത്? അൽ ഹുമ്മ, പനിയാണ് എനിക്ക് ബാധിച്ചത്. അപ്പോൾ അസാബനി അൽ ഹുമ്മ. റഷീദ്. മത്താ ബദ, എപ്പോഴാണ് തുടങ്ങിയത്? രാഹുൽ എന്ത് പറയും? അംസി എന്ന് പറയാം, ഇന്നലെ. മാതാഫി യദിക, നിന്റെ കയ്യിൽ എന്താണ്? റഷീദ്. അൽ അഖ്റാസു, ഗുളികകളും. പിന്നെന്തായിരുന്നുള്ളത്? വൽ മർഹം, ഓയിൻമെൻറ്റും. രാഹുൽ എന്തോ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം, ആ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി താഴെ റഷീദ് എന്താണ് ഉത്തരം പറഞ്ഞത് എന്ന് നോക്കിയാൽ മതി. റഷീദ് പറഞ്ഞത് അസാബനി ഹരിയഖുശംസ്,
എനിക്ക് സൂര്യാഘാതം ഏറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഹുൽ ചോദിച്ചിട്ടുണ്ടാവുക നിനക്ക് എന്താണ് പറ്റിയത് എന്നാണ്. അതെങ്ങനെ ചോദിക്കും? അതിവിടെ റഷീദ് ചോദിച്ചിട്ടുണ്ട് മാതാ അസ്വാബക്ക, അത് തന്നെ ഇവിടെ എഴുതിയാൽ മതി. മാതാ അസ്വാബക്ക, നിനക്ക് എന്ത് പറ്റി? അപ്പോൾ റഷീദ് അസ്വാബനി ഹരിയഖു ഷംസ്, രാഹുൽ ഇലല്ലിഖാ, സിയു. അങ്ങനെ മൂന്നാമത്തെ ചോദ്യം, നുക്മിലുൽ ജുമല, ജുംലകൾ പൂർത്തിയാക്കാം. റജ റഷീദുൻ ഇലാ ബൈത്തിഹി, റഷീദ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. വഫിത് തുരീഖി, വഴിയിൽ വെച്ച് ഇസ്തറ കിതാബ ഖിസ്സത്തിൻ, ഒരു പുസ്തകം, ഒരു കഥപുസ്തകം അയാൾ വാങ്ങി. ഇസ്തറ വാങ്ങി. ലിബിനിഹി മിൻഹാജ്, ആർക്ക് വേണ്ടിയാ വാങ്ങിയത്? ലിബിനിഹി, തൻ്റെ മകന് വേണ്ടി, തൻ്റെ മകനായ മിൻഹാജിന് വേണ്ടി ഒരു കഥപുസ്തകം വാങ്ങി. ഫതഹ മിൻഹാജുൻ അൽ കിതാബ, മിൻഹാജ് പുസ്തകം തുറന്നു നോക്കി. ഫറഅ ഫീഹി, അപ്പോൾ അവനതിൽ കണ്ടു ലഅബൻ ലുഗവിയൻ, ഒരു ഭാഷാ ഗെയിം കണ്ടു. ഹയ്യാ നുസാഇദുഹു അലാ തക്മിലത്തിഹി, അത് പൂർത്തിയാക്കാൻ നമുക്കവനെ സഹായിക്കാം. എന്താണ് ഗെയിം? ഒരു ചിത്രമുണ്ട്, ആ ചിത്രത്തിനടിയിൽ ഒരു സെന്റൻസ് കൊടുത്തിരിക്കുന്നു, ആ ചിത്രത്തിനെ കുറിച്ച് എഴുതിയതാണ്. അതേപോലെ മറ്റുള്ള ചിത്രങ്ങൾ നോക്കിയിട്ട് താഴെ പൂരിപ്പിച്ച് എഴുതാം. ഒന്നാമത്തത് ഉദാഹരണമായിട്ട് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. യഖൂമുർ റജുലു, ആള് നിൽക്കുന്നു, റജുലു നിൽക്കുന്നു, അമാമ സ്വൈദലിയ, ഫാർമസിയുടെ മുമ്പിൽ. അമാമ മുമ്പിൽ, സ്വൈദലിയ ഫാർമസി. അതേപോലെ അടുത്ത ചിത്രത്തിലുള്ളത് ഒരു പ്രായമായ ആള് വീൽ ചെയറിലിരിക്കുകയാണ്. അതെങ്ങനെ പറയും? യജ്ലിസുൽ ജദ്ദു, ജദ്ദു മീൻസ് ഉപ്പാപ്പ, ഉപ്പാപ്പ ഇരിക്കുന്നു. അല കുർസിയിൻ മുതഹരിക്കിൻ, വീൽ ചെയറിന് കുർസിയുൻ മുതഹരിക്കുൻ എന്നാണ് പറയുക. അടുത്തത് യർക്കബുൽ വലതു അല ഡാഷ്, കുട്ടി ഓടിക്കുന്നു. എന്താണ് ഓടിക്കുന്നത്? സൈക്കിളാണ്, അതിന് ദർറാജ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ യർക്കബുൽ വലതു അല ദർറാജത്തിൻ. അടുത്തത് യഷ്റബുൽ ഹരിമു, വൃദ്ധൻ കുടിക്കുന്നു. എന്താണ് കുടിക്കുന്നത്? അൽമാ, വെള്ളം. പിന്നെ യൽ അബുൽ അർണബു, മുയല് കളിക്കുന്നു. മ ഡാഷ് മ അൽ അസദി, സിംഹത്തിന്റെ കൂടെ. യഫഹസു ഡാഷ് അൽ മരീള, രോഗിയെ യഫഹസു പരിശോധിക്കുന്നു. ആരാണ് പരിശോധിക്കുന്നത്? അത്തൊബീബു, ഡോക്ടർ. യഫഹസു തൊബീബു അൽ മരീള, ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. നാലാമത്തെ ചോദ്യം, നുക്മിലു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് പൂർത്തിയാക്കാം. ഷാറക് മിൻഹാജുൻ ഫി മുസാബഖത്തി ഇഅദാദിൽ ലാഹിഖാത്ത്, ഷാറക് മിൻഹാജ്, മിൻഹാജ് പങ്കെടുത്തു. ഫി മുസാബഖത്തി, മത്സരത്തിൽ. എന്ത് മത്സരത്തിലാണ് പങ്കെടുത്തത്? ഇഅദാദിൽ ലാഹിഖാത്ത്, പ്ലക്കാർഡ് നിർമ്മാണത്തിന്റെ മത്സരത്തിൽ. ബി മുനാസബത്തി അൽ യൗമിൽ ആലമി ലിസ്വിഹ, ലോക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്ലക്കാർഡ് നിർമ്മാണത്തിൽ മിൻഹാജ് പങ്കെടുത്തു. വഹസല അല ദറജത്തിൽ ഉല, അങ്ങനെ അവന് 1ാം സ്ഥാനം കിട്ടി. നഖ്താറു തസ്രീഹാത്തിൽ മുനാസിബത്ത വനക്തുബു, താഴെ കൊടുത്തിരിക്കുന്ന ഈ തസ്രീഹാത്തുകളിൽ നിന്നും നഖ്താറു അത്തസ്രീഹാത്തിൽ മുനാസിബ, അനുയോജ്യമായ തസ്രീഹാത്ത്. തസ്രീഹാത്ത് മീൻസ് സ്റ്റേറ്റ്മെന്റ്. അനുയോജ്യമായ, അതായത് പ്ലക്കാർഡ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നമുക്ക് തിരഞ്ഞെടുക്കാം. വനക്തുബു, എന്നിട്ടത് എഴുതാം. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഇർമിൽ ഫളലാത്തി, വേസ്റ്റുകൾ നിക്ഷേപിക്കുക. ഫി സല്ലത്തിൽ മുഹമ്മലാത്ത്, വേസ്റ്റ് ബാസ്കറ്റ്. അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്കത് പ്ലക്കാർഡ് നിർമ്മിക്കാൻ പറ്റും. അടുത്തത്, ഈ പ്ലക്കാർഡുകളൊക്കെ ഇവിടെയാണ് എഴുതേണ്ടത്. അടുത്തത് ലാ തഅക്കുലിൽ അത്ഇമത്തൽ മക്ശൂഫ, മക്ശൂഫ മീൻസ് തുറന്നു വെക്കപ്പെട്ട ഭക്ഷണങ്ങൾ. ലാ തഅക്കുൽ, തിന്നരുത്. അതും ഈ പ്ലക്കാർഡ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്റ്റേറ്റ്മെന്റ് ആണ്, എഴുതാം. പിന്നെ ഇഷ്റബിൽ മാ അൻ നഖിയ, ശുദ്ധമായ വെള്ളം കുടിക്കുക. അതും പറ്റുന്നതാണ്. അടുത്തത് ഗത്തി തആമ വബ്അദി ദുബാബ, ഭക്ഷണം മൂടി വെക്കുക. ഗത്ത് മീൻസ് മൂടി വെക്കുക. വബ്അദി ദുബാബ, ദുബാബ് മീൻസ് ഈച്ച, ഈച്ചയെ അകറ്റുക. അതും അനുയോജ്യമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ലാ തുനല്ലിഫി സഫ, ക്ലാസ് വൃത്തിയാക്കരുത്. അത് നമുക്ക് എഴുതാൻ പറ്റില്ല, വൃത്തിയാക്കരുത് എന്നാണുള്ളത്. ശരിക്കും വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. ഇഗ്സിലിൽ യദൈനി, കൈകൾ രണ്ടും കഴുകണം. ഖബലൽ അക്ലി, ഭക്ഷണത്തിന് മുമ്പ്. അതും അനുയോജ്യമാണ്. ഹാഫിൽ അല നലാഫത്തുൽ ബിഅ, പ്രകൃതി വൃത്തിയായി സൂക്ഷിക്കുക. അതും അനുയോജ്യമാണ്. നലാഫത്തുൽ ബിഅത്തി, പരിസ്ഥിതി വൃത്തിയാക്കൽ. സബബുൽ ലിൻതിശാരിൽ അമ്രാദ്, രോഗം പകരുന്നതിന് കാരണമാണ്. അത് തെറ്റാണ്, അതുകൊണ്ട് ഇത് വെക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഇവിടെ ലാ തഅക്കുലിൽ അത്ഇമത്തൽ മക്ശൂഫ എന്ന് എഴുതിയിരിക്കുന്നു. അതേപോലെ മറ്റുള്ളവയും
പ്ലക്കാർഡ് നിർമ്മിക്കാൻ അനുയോജ്യമായത് എഴുതുക. ഇനി 5ാമത്തെ ചോദ്യം, നഉദ്ദു വനക്തുബു, നമുക്ക് എണ്ണാം എഴുതാം. റസമ മിൻഹാജുൻ സൂറത്ത ബൈത്തിൻ, മിൻഹാജ് ഒരു വീടിന്റെ ചിത്രം വരച്ചു. റസമ വരച്ചു. ബിൽ അഷ്കാലിൽ ഹന്തസിയ, ജിയോമെട്രിക്കൽ ഷേപ്സ് ഉപയോഗിച്ചുകൊണ്ട്. എന്തൊക്കെയാണ് ഷേപ്സ്? ഒന്ന് ദീർഘചതുരമാണ് കാണുന്നത്, അതിനെന്താണ് പറയുക? മുസ്തത്വയിൽ. അത് എത്ര എണ്ണമുണ്ട്? 5 എണ്ണമാണ് ഇതിലുള്ളത്. എണ്ണി നോക്കിയാൽ കാണാം. 1 2 3 4 5. അപ്പോൾ 5 എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ ഇത് സമചതുരമാണ്, ഇതിന് മുറബ എന്ന് പറയും. മുറബ എത്ര എണ്ണമുണ്ട്? 1 2 3 എണ്ണമാണ് ഉള്ളത്. അതേപോലെ ത്രികോണത്തിന് എന്ത് പറയും? മുസല്ലസ് എന്ന് പറയും. ത്രികോണം എത്ര എണ്ണമുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് എഴുതുക. ഇത് ദാഇറത്ത്, വൃത്തം, അതും എത്ര എണ്ണമുണ്ടെന്ന് എണ്ണി നോക്കി എഴുതുക. 6ാമത്തെ ചോദ്യം, നുക്മിലുൽ ഹിവാറ, ഹിവാറ് പൂരിപ്പിക്കാം. മിൻഹാജുൻ ദാരിസുൻ നശീത്തുൻ, മിൻഹാജ് ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ്. യദുർസു ഫി സഫി റാബിഅ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മസാഅൻ, ഒരു വൈകുന്നേരം. റജഅ മിൻഹാജുൻ മിനൽ മദ്രസ, മിൻഹാജ് സ്കൂളിൽ നിന്നും മടങ്ങി. ഫറഅ ഫി ത്വരീഖി റജുലൻ മുസിന്നൻ, അപ്പോൾ അവൻ വഴിയിൽ ഒരു പ്രായമായ ആളെ കണ്ടു. ഹുവ തഅബാനുൻ, അയാള് ക്ഷീണിതനാണ്. ഫഖ്തറബ മിൻഹു, അപ്പോൾ മിൻഹാജ് അയാളുടെ അടുക്കലേക്ക് പോയി. ഇഖ്തറബ മീൻസ് അടുത്തേക്ക് പോയി. വദാറ ബൈനഹുമാ ഹിവാറുൻ, അപ്പോൾ അവർക്കിടയിൽ ഒരു ഹിവാർ, സംഭാഷണം നടന്നു. ആ സംഭാഷണം നമുക്ക് പൂരിപ്പിക്കാം. മിൻഹാജ് ആദ്യം എന്താണ് പറയുന്നത് അത് മനസ്സിലാകാൻ റജുൽ എന്താണ് മറുപടി കൊടുക്കുന്നത് എന്ന് നോക്കിയാൽ മതി. വ അലൈക്കും അസ്സലാം എന്നാണ് റജുൽ പറയുന്നത്. അപ്പോൾ മിൻഹാജ് പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്നാണ്. ഇനി മിൻഹാജ് മാതാ അസ്വാബക യാ അമ്മി, എന്തു പറ്റി അങ്കിൾ? അപ്പോൾ റജുൽ എന്ത് പറയുന്നു? അന ഡാഷ് അന തഅബാനുൻ എന്ന് പറയാം, ഞാൻ ക്ഷീണിതനാണ്. അപ്പോൾ മിൻഹാജ് ഹൽ തുരീദുൽ മാ, താങ്കൾക്ക് വെള്ളം വേണോ? റജുല് നഅം. മിൻഹാജ് തഫല്ലലിൽ മാ, ഇതാ വെള്ളം എടുത്തോളൂ. റജുല് അപ്പോൾ വെള്ളം കൊടുത്തപ്പോൾ റജുൽ എന്ത് പറയും? ശുക്രൻ, നന്ദി എന്ന് പറയും. ഫി ഐ സഫിൻ അൻത, നീ ഏത് ക്ലാസ്സിലാണ്? മിൻഹാജ് അന, ഞാൻ ഫി സഫി റാബിഅ, 4ാം ക്ലാസ്സിലാണ്. റജുല് ഡേഷ് ബൈത്തുക, ബൈത്തുക മീൻസ് നിന്റെ വീട്. നിന്റെ വീട് എന്താണ് ചോദ്യം എന്ന് മനസ്സിലാക്കാൻ ഉത്തരം പറയുന്നത് എന്താണെന്ന് നോക്കാം. മിൻഹാജ് പറയുന്നത് ബൈത്തി ബിജിവാരി സൂഖി, ബൈത്തി എൻ്റെ വീട്, ബിജിവാരി സൂഖി മാർക്കറ്റിൻ്റെ അടുക്കലാണ്, മാർക്കറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ നിന്റെ വീട് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. എവിടെ എന്നുള്ളതിൻ്റെ വാക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. ഐന, ഐന ബൈത്തുക, നിന്റെ വീട് എവിടെയാണ്? ബൈത്തി ബിജിവാരി സൂഖ്, എൻ്റെ വീട് മാർക്കറ്റിനടുത്താണ്. റജുൽ ശുക്രൻ ഹഫവൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. കൃത്യമായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.